ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നോ ആ തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണ് ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ടൈമിന് സാധനം ഡെലിവറി ചെയ്യുക. കാരണം അവരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അവരുടെ പണിക്കാരെ അവർക്കൊരു ടൈം ഡിലേ വരാത്ത രീതിയിൽ സാധനം ഡെലിവറി ചെയ്യാം. ഈ രണ്ട് കാര്യത്തിലാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ വാർപ്പിന്റെ സമയത്ത് മെറ്റീരിയൽ മോശം സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിന്റെ സമയത്ത് എന്തായാലും അത് പൊട്ടിപ്പോകും. അപ്പം വയറിംഗ് ഇടുന്ന പൈപ്പ് ഏറ്റവും ക്വാളിറ്റി ഉള്ള പൈപ്പ് ആയിരിക്കണം. അത് നല്ല ISC ഉള്ള മീഡിയം പൈപ്പുകൾ തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മെറ്റൽ ബോക്സുകൾ അത് ഒരിക്കലും നമ്മളൊരു 5 വർഷത്തേക്ക് 10 വർഷത്തേക്ക് അല്ലല്ലോ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന മെറ്റൽ ബോക്സുകൾ ഒരിക്കലും തുരുമ്പ് പിടിക്കാത്ത ഗാൽവനൈസ്ഡ് മെറ്റൽ ബോക്സുകൾ തന്നെ ഉപയോഗിക്കണം. അപ്പം പ്ലംബിംഗ് മെറ്റീരിയൽസിലാണെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പണ്ടൊക്കെ ലെഡ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള പൈപ്പ് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. ആകെ ASTM എന്ന് പറഞ്ഞ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആ പൈപ്പ് മാത്രമേ ലെഡ് ഫ്രീ ആയിട്ടുള്ള PVC പൈപ്പ് നമുക്ക് വെള്ളം കുടിക്കുന്നതിനും അതുപോലെ തന്നെ വീട്ടിലുള്ള സപ്ലൈക്ക് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പുതിയതായിട്ട് നിയമം എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ടൈപ്പ് A, അതായത് എല്ലാ PVC പൈപ്പും ടൈപ്പ് എയിലുള്ളത് മുഴുവൻ ലെഡ് ഫ്രീ ആണ്. ശരിക്കും നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന നമ്മുടെ എൻ്റെ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്നത് നമ്മൾ ലെഡുള്ള PVC പൈപ്പാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴാണ് അതിനൊരു മാറ്റം വന്നിരിക്കുന്നത്. 2 തരത്തിലുള്ള പൈപ്പുകളുണ്ട്. അതിൽ PVCയിൽ ടൈപ്പ് A ടൈപ്പ് B. അത് ഗേജിൽ വ്യത്യാസമുണ്ട്. നമ്മൾ മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും ഒരു വിഷയം ഉണ്ടാകാത്ത ടൈപ്പ് B ആണ്. പക്ഷെ അതിനകത്ത് ലെഡിന്റെ കണ്ടന്റ് ഉണ്ടാവും. ടൈപ്പ് എയിലുള്ളത് നമ്മൾ കുടിവെള്ളത്തിന് അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യത്തിനുള്ള എല്ലാ ആവശ്യത്തിനുള്ളത് ടൈപ്പ് A പൈപ്പ് ഉപയോഗിക്കാവുള്ളൂ.